നമസ്കാരം. ജയ് ഭോലനാഥ്. നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമി എന്ന് പറയുന്നൊരു ആത്മാവ് സമാധിയായി എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് മക്കൾ അദ്ദേഹത്തെ ആരും അറിയാതെ സമാധിയാക്കി കളഞ്ഞു. തുടർന്ന് ഈ സമാധി എന്ന അവസ്ഥയെക്കുറിച്ചും സമാധി ആയവരെക്കുറിച്ചും ആ ഗോപൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചും ഗോപൻ സ്വാമി എന്ന് വിളിക്കുന്ന വ്യക്തിയെക്കുറിച്ചുമൊക്കെ വളരെ ഇകഴ്ത്തിക്കൊണ്ട്, വളരെ മോശമാക്കിക്കൊണ്ട്, കളിയാക്കിക്കൊണ്ട്, ഹാസ്യവൽക്കരിച്ചുകൊണ്ട് ധാരാളം വാർത്തകളും ട്രോളുകളുമൊക്കെ നമ്മുടെ മുന്നിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും അതോടൊപ്പം തന്നെ മെയിൻ സ്ട്രീം മീഡിയ വഴിയും വന്നു. ചുരുക്കത്തിൽ സനാതന സംസ്കാരത്തിലെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഇതിനെ കളിയാക്കിക്കൊണ്ട് പലതരം കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുവാൻ തുടങ്ങി. സമാധി എന്ന വാക്ക് തന്നെ ഇപ്പോൾ ഒരു ട്രോളായി മാറിയിരിക്കുന്നു, കളിയാക്കുവാനുള്ള ഒരു ഉപകരണമായി മാറിയിരിക്കുന്നു, ടൂളായി മാറിയിരിക്കുന്നു. വളരെ വിഷമം തോന്നുന്ന സംഗതി, ഹിന്ദു സമുദായത്തിൻ്റെ അധികാരികളെന്ന് അവകാശപ്പെടുന്ന ചില സംഘടനകളുടെ നേതാക്കൾ പോലും സനാതന സംസ്കാരത്തിൽ സമാധി എന്നൊരവസ്ഥ ഇല്ല എന്ന് തന്നെ ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ പറയുന്നത് കാണുവാൻ സാധിച്ചു. അപ്പോൾ സാധാരണക്കാരൻ്റെ അവസ്ഥകൾ പറയണം. നമ്മുടെ മുന്നിൽ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്, നമ്മുടെ മുന്നിൽ സമാധിയായി കാണിച്ച ആളുകളുടെ മഹാത്മാക്കളുടെ തിരുശേഷിപ്പുകളുണ്ട്. സമാധി എന്ത് എന്ന് അറിയുവാൻ നമ്മുടെ മുന്നിൽ വിദ്വാൻമാരായിട്ടുള്ള മഹാത്മാക്കൾ, ശാസ്ത്രികളായിട്ടുള്ളവർ, ശാസ്ത്രത്തെ പഠിച്ചവരൊക്കെ നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉണ്ട്. അവരെ ചെന്ന് കാണുകയോ അവരോട് ജിജ്ഞാസുവായി അവരോട് ഈ കാര്യങ്ങൾ ചോദിച്ചറിയുകയോ ചെയ്യുന്നതിന് പകരം വായിൽ വന്നത് കോതയ്ക്ക് വാട്ട എന്ന പേരിൽ നമുക്ക് തോന്നുന്നതൊക്കെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ ഒരു വലിയ സത്യം നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഇനിയും ശേഷിക്കുന്ന ഒരു സത്യത്തെ നമ്മൾ അറിയാതെ പോവുകയാണ്, ഒരു അറിവിനെ അറിയാതെ പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വെറും 3-4 വീഡിയോകളിലൂടെ ഈ സമാധി എന്ത് എന്ന ആ ഒരു വിചാരത്തെ, ആ ഒരു കാര്യത്തെ ഒന്ന് അപഗ്രഥിക്കാം, പഠിക്കാം. എൻ്റെ ചിന്തകൾ ഞാനിതിൽ പങ്കുവെക്കുന്നു. മറ്റുള്ളവർക്കത് അഭിപ്രായം പറയാം, അവരുടെ അറിവുകൾ അതിനകത്ത് രേഖപ്പെടുത്താം. നമ്മളുടെ വിഷയം ഇതാണ്: മൃത്യു അഥവാ മരണം എന്ത്, സമാധി എന്ത്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഒരു ആത്മാവിന് മൃത്യുവിൽ, മരണത്തിന്മേലും സമാധിന്മേലുമുള്ള സ്വാധീനമെന്ത്, അതെങ്ങനെ അയാൾ നേരത്തെ നിശ്ചയിക്കുന്നു, അങ്ങനെ സാധിക്കുമോ? 3, സമാധി എന്ത്, സമാധി ഇരുത്തൽ എന്ത്? മരണം അഥവാ സമാധി എന്ത്, സമാധി ഇരുത്തൽ, ശരീരത്തെ സംസ്കരിക്കുന്ന ആ സമാധി ഇരുത്തൽ എന്ത്? 4, ഒരു തൊഴിലാളിക്ക്, അതായിരുന്നു ഗോപൻ സ്വാമിയെക്കുറിച്ചുള്ള ഒരു വലിയ വിമർശനമായി ഹിന്ദുമതത്തിൽപ്പെട്ട ആൾക്കാർ പോലും പറഞ്ഞിരുന്നത്. ഗോപൻ സ്വാമിയെ പോലെ ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ അതേപോലെയുള്ളൊരു തൊഴിലാളിക്ക് സമാധിയൊക്കെ ആകുവാൻ സാധിക്കുമോ? ഇത് നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യമാണ്. അങ്ങനെ ആയ ആരെങ്കിലും ഉണ്ടോ? ഈ കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇതിനായി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് മണിയടിക്കണം. നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാം. മഹാത്മാക്കളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കാം. ജയ് ഭോലനാഥ്.